ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് 3 ആണ് കേട്ടോ. നമ്മൾ 15 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 2026 അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. കളിമണ്ണ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കളിമണ്ണ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊല്ലാണ്. കൊല്ലത്താണ് കളിമണ്ണ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഡോഡോ പക്ഷിയുടെ ജന്മദേശം എവിടെയാണ്? ഡോഡോ പക്ഷിയുടെ ജന്മദേശം എവിടെയാണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൗറീഷ്യസ് ആണ്. മൗറീഷ്യസ് ആണ് ഡോഡോ പക്ഷിയുടെ ജന്മദേശം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വേപ്പാണ്. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം വേപ്പാണ്. അതിൻ്റെ ഇംഗ്ലീഷാണ് നീം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതാണ് നാലാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളത് കണ്ണൂരാണ്. ഇന്ത്യയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആറാമത്തെ ചോദ്യമാണ്. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കുടനാണ്. കല്ലേൻ പൊക്കുടനാണ് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF ചിഹ്നം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇതൊരു ക്ലബിൻ്റെ പേരാണ്. WWF എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ചിഹ്നം എന്താണ് എന്നാണ് ചോദ്യം. ഭീമൻ പാണ്ഡെയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം. അതിൻ്റെ ചിഹ്നമാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് അടുത്ത ചോദ്യം. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച ആദ്യ പുസ്തകം ഏതാണ്? ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച ആദ്യ പുസ്തകം ഏതാണ്? എട്ടാമത്തെ ചോദ്യമാണ്. റേച്ചൽ കഴ്സൻ്റെ പുസ്തകം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം വരുന്ന നിശബ്ദ വസന്തമാണ്. നിശബ്ദ വസന്തമാണ് ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൻ്റെ ആദ്യ പുസ്തകം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതാണ് ഒമ്പതാമത്തെ ചോദ്യം വരുന്നത്.
അപ്പോൾ ഉത്തരം വരുന്നത് മസനോബു ഫുക്കുവോക്കയാണ്. ബുദ്ധിമുട്ടുള്ള പേരാണ്. അപ്പോൾ ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് 10ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. 10ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഉത്തരം വരുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് എടുക്കാം. കാസിയ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കാസിയ ഫിസ്റ്റുല 11ാമത്തെ ചോദ്യമാണ്. ഉത്തരം വരുന്നത് നമ്മൾ വിഷുവിനൊക്കെ ഒരുക്കുന്ന കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാസിയ ഫിസ്റ്റുല. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ 1966 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം. അപ്പോൾ ഇനി നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? 13ാമത്തെ ചോദ്യമാണ്. അപ്പോൾ മെയ് 22-നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പിന്നെ നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? 14ാമത്തെ ചോദ്യമാണ്. സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16 നാം ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് 15ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. 15ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഉത്തരം വരുന്നത് ഡോപ്സൺ ആണ് ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്യുക. പിന്നെ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ അത് പോയി കാണുക. ഇനി പാർട്ട് 4 ഉടനെ വരുന്നതായിരിക്കും. Thank you for watching.